ഷോപ്പ് തുടങ്ങാനാണ് നമ്മൾ കാര്യമായിട്ട് ശ്രമിക്കുന്നത് വെച്ചെങ്കിൽ ഒരു 10 ലക്ഷം കാണാതെ നമുക്ക് അതുപോലും എന്താണ് നല്ലൊരു സെറ്റപ്പില് തുടങ്ങാൻ പറ്റില്ല. എന്നാൽ അവിടെ നമ്മുടെ കംപ്ലീറ്റ് എഫേർട്ട് വേണം. ഞാൻ ടീച്ചറായി ജോലി വിലക്ക് മേടിക്കാൻ നിന്നപ്പോ 3 വർഷം മുന്നേ 3.5 വർഷം മുന്നേ 30 ലക്ഷം UPക്കും 35 ലക്ഷം ഹൈസ്കൂളിലേക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോ 50 ലക്ഷം UPക്കും 1 കോടിയോളം ഹൈസ്കൂളിലേക്കും വിലയാണ്. ഒന്ന് ആലോചിക്കണം. എന്നിട്ട് നമ്മുടെ കംപ്ലീറ്റ് എഫേർട്ട് നമ്മൾ ഇട്ടാൽ മാത്രമാണ് ശമ്പളം എന്നുള്ള സാധനം കിട്ടുള്ളൂ. ഇവിടെ ഒരു ചെറിയ ടീ ഷോപ്പ് തുടങ്ങണമെങ്കിൽ മിനിമം ഒരു 5 ലക്ഷമെങ്കിലും വേണം. ഡെയിലി പുലർച്ചെ കോഴി കൂടായിട്ട് മുന്നേ നമ്മൾ തുടങ്ങണം പണി. കാരണം 4 മണിക്കൊക്കെ എന്താണ് ചായക്കട ഓപ്പൺ ആക്കി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒക്കെ റെഡി ആക്കണം. രാത്രി വരെക്കും നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോ എന്താ ലാഭം, എന്താ നഷ്ടം? എന്താ വെച്ചാൽ ഉണ്ടാക്കി വെച്ചത് കംപ്ലീറ്റ് ചെലവായാൽ നമുക്ക് ലാഭമാണ്, എന്നാൽ അതൊക്കെ ബാക്കിയായ അത് കംപ്ലീറ്റ് നഷ്ടമാണ്. ഒരു മാനസിക സംഘർഷത്തോട് കൂടിയിട്ട് ഒരു കല്യാണം ഇല്ല, ഒരു കുടിരിക്കലില്ല, ഒരു ഫംഗ്ഷൻ ഇല്ല, ഒന്നുമില്ല, ദിവസം ചായക്കട. ഞാൻ എന്ത് കൺസെപ്റ്റ്, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ കേട്ടാ. 5 ലക്ഷമെങ്കിലും നമ്മൾ മുടക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകം പ്രതീക്ഷിക്കാൻ പറ്റും. ഡെയിലി ഇത്രയും അധ്വാനം ചെയ്തു. പക്ഷേ എംപവർ എന്ന ഓർഗനൈസേഷന്റെ സപ്പോർട്ടോട് കൂടി ചെയ്യുന്ന കോയിൻഫോർജ് എന്ന പ്രൊജക്ടിന്റെ ഫസ്റ്റത്തെ പ്രോഗ്രാം ആയിട്ടുള്ള ഫോർജ് റൈസും രണ്ടാമത്തെ പ്രൊജക്ട് ആയിട്ടുള്ള ഫോർജ് റിവോൾവും പർച്ചേസ് ചെയ്യാൻ വരുന്നത് 3,89,160 രൂപയാണ് ഇന്ത്യൻ മണി. ഇത് ചായക്കട ആണെങ്കിൽ നമ്മളെ തുടങ്ങിച്ച് നമ്മൾ തന്നെ പോയി ഓപ്പൺ ആക്കുക. ലീഡേഴ്സ് ഒന്നും വന്ന് ഓപ്പൺ ആക്കി ചായ അടിച്ചു തരുന്നില്ല. പക്ഷെ ഇവിടെ എന്താണ്, നമുക്ക് വ്യക്തമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ട് അല്ലെ, വ്യക്തമായിട്ടുള്ള സപ്പോർട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് 3,89,160 കൊടുത്ത് നമ്മൾ മേടിക്കുന്ന പർച്ചേസ് ചെയ്യുന്ന ഏരിയയില് നമുക്ക് ആ സെക്കൻഡ് മുതൽ വരുമാനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കാം. ഒന്നും ചെയ്യാതെ നമ്മുടെ ഫോണില് ഈ പ്രൊജക്ട് രണ്ടും ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഫോർജ് റൈസിന്റെ കാര്യം നമുക്ക് അറിയുള്ളൂ അല്ലെ. ഫോർജ് റൈസ് സ്റ്റാർട്ട് ചെയ്തു, ആ സെക്കൻഡിന് ശേഷം വരുന്ന കോൺഫോർജിന്റെ പ്രൊജക്ട് എടുക്കുന്ന ഓരോ വ്യക്തികൾ കയറി വന്നാലും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, അവിടെ ഗ്ലോബൽ ഷെയർ കയറുന്നുണ്ട് അല്ലെ, ഇൻകം സ്റ്റാർട്ട് ആവുന്നുണ്ട്. പോയിന്റ് ആണെങ്കിലും ഇൻകം അവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ അഫിലിയേറ്റ് ലിങ്ക് മാർക്കറ്റിംഗ് ആണ് അല്ലെ. വ്യക്തമായ സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മുടെ വോയിസ് ആയിട്ട് നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ വോയിസ് ആയിട്ട് നമ്മളൊരു കണക്ഷൻ, നമ്മുടെ ഫോണിലുള്ള ഒരേ ഒരു കണക്ഷൻ നമ്മളൊന്ന് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ലീഡേഴ്സിന്റെ സപ്പോർട്ട് ചോദിച്ച് അവരാണ് എന്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണത് കൂടി നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരൊറ്റ കോൺട്രാക്ട് നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്തുള്ള ബെനിഫിറ്റ് എത്ര, ഞാൻ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടി കാൽക്കുലേറ്റ് ചെയ്താ. ഫോർജ് റൈസും കൂടി വന്നാൽ എത്ര എമൗണ്ട് നമുക്ക് കിട്ടുന്നു. അതായത് മൊത്തം നമ്മൾ ഇറക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 3,89,160 രൂപയാണ്. ഒറ്റ റഫറൽ നമ്മൾ ചെയ്യുമ്പോൾ, ഫോർജ് റൈസും ഫോർജ് റിവോൾവും കൂടി ഒറ്റ റഫറൽ നമ്മൾ ചെയ്യുമ്പോൾ 2,557.5 USDT നമുക്ക് പ്രോഫിറ്റ് ആണ് ഒറ്റ റഫറൽ. അതായത് ഇന്ത്യൻ മണിയിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2,40,40,405 രൂപ നമുക്ക് പ്രോഫിറ്റ് ആണ് ഒറ്റ ബിസിനസ്, ഒരേ ഒരു ബിസിനസ്. ഒപ്പം 1050 ടോക്കൺ ഓൾറെഡി നമുക്ക് അവിടെ കിട്ടി ആദ്യത്തെ പ്രൊജക്റ്റിൽ നിന്ന് അല്ലെ. ഡിജിറ്റൽ അസറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അത് മാത്രം മതി നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ. പക്ഷെ അത് വെയിറ്റ് ചെയ്യണം, നമുക്ക് ഇപ്പോഴേക്ക് കിട്ടണം എന്ന് വെച്ചിട്ടാണ് ഇത് ഈ റെഫറൽ നമ്മൾ ചെയ്യണത്. അല്ലെങ്കിൽ കുറെ പൈസ നിങ്ങളടുത്ത് ബാക്കിയുള്ള പൈസ ഉണ്ട്, ബാങ്കിലൊക്കെ ഇടാനുള്ള പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പർച്ചേസ് ചെയ്തത് അവിടെ വെറുതെ ഇരുന്നോ, നോ പ്രോബ്ലം. പക്ഷെ ഇവിടെ ഒരുപാട് ആവശ്യങ്ങളുള്ള, ഒരുപാട് സ്വപ്നങ്ങളുള്ള, ഒരുപാട് കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ട ആൾക്കാർ ആണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ നമ്മളുടെ പ്രൊജക്റ്റിന്ന് ഏകദേശം 50-60-70% നമുക്ക് എന്താണ് കിട്ടി. ഏത് പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ ഏത് ബിസിനസ്സിൽ ഉണ്ട് ഇങ്ങനെ ഒരു പ്രോഫിറ്റ്? ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഈ പണി നിർത്താൻ നമുക്ക് ആ പണിക്ക് പോവാം. സത്യമായിട്ടും പറയാണ്. എന്തുകൊണ്ട് വീടും നാടും വിട്ട് ഏത് ലോകാന്നറിയാതെ ഇവിടെ വന്ന് നിന്ന് ചെയ്യുന്നത്? ഇതില് നമുക്ക് ആരോഗ്യമുള്ള സമയമാണിത്. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഖേദിക്കേണ്ടി വരുന്ന ഒരു ദിവസം വരും അല്ലെ. നമുക്ക് ദൈവം സഹായിച്ച് എല്ലാ ആരോഗ്യവും എല്ലാ കഴിവും പടച്ച തമ്പുരാന് കനിഞ്ഞ് വേണ്ടുവോളം അനുഗ്രഹിച്ച് തന്നിട്ട് പോണ സമയത്ത് എന്താ നേടിയെന്ന് ചോദിച്ചിട്ടെങ്കിൽ ഉത്തരം പറയേണ്ടി വരും നമ്മൾ.
ഇത്രയൊക്കെ ഇതായിട്ട് നമ്മൾ എന്ത് നേടി എന്നതിന് ഉത്തരം പറയേണ്ടി വരും തീർച്ചയായിട്ടും.